അതുല്യയുടെ സഹോദരിയുടെ ഭർത്താവ് ഗോകുൽ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഗോകുലിന്റെ വീട്ടിൽ വെച്ചാണ്, അല്ലെങ്കിൽ അതുല്യയുടെ സഹോദരിയുടെ വീട്ടിലാണ് അവസാനമായി ഈ ബർത്ത്ഡേ ആഘോഷിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഗോകുലും കുടുംബവും ദുബൈയിലാണ് അവർ താമസിക്കുന്നത് എന്നാണ്. ഗോകുൽ, താങ്കൾക്ക് കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ഗോകുൽ, നിങ്ങൾ ദുബായിലാണ് അല്ലേ? അല്ല, നമ്മൾ ഷാർജയിൽ തന്നെ താമസിക്കും. ഷാർജയിലാണ്, ശരി. അപ്പോ പിന്നെ ഈ ഫൈനലായിട്ട് ലാസ്റ്റ് ഡേ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നത് നിങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു? സെലിബ്രേഷൻ ആയിട്ട് അങ്ങനെയൊന്നും അല്ല. ആക്ച്വലി എന്താ പറയാ, അതുലേക്ക് എന്താ പറയാ, ഇന്നലെ ജോബ് ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ജോയിനിങ് ആക്ച്വലി. അപ്പോ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, ഈ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി അഖിലെടുത്ത് വന്നതാണ്. വൈകുന്നേരം ഇവിടുത്തെ ഒരു 4:30 ആ ഒരു ടൈമിൽ വന്ന് 1 മണിക്കൂർ ഇവിടെ വന്ന് അഖിലയായിട്ട് സംസാരിച്ച് ജോലിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കൂ. പിന്നെ ബർത്ത്ഡേയും കൂടെ ആണേ. അപ്പോൾ അതിന്റെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് അഖിലയുടെ കയ്യിൽ നിന്ന് ഡ്രസ്സും ഒക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയതാ. അതുല്യ ഹാപ്പി ആയിരുന്നു ആ സമയത്ത്? നല്ല ഹാപ്പി ആയിരുന്നു എന്നാണ് അതില് ഞാൻ എന്താ പറയാ കേട്ടത്. നല്ല ഹാപ്പി ആയിരുന്നു. എന്താ പറയാ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ അല്ല. ഇങ്ങനെ സൂസൈഡ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ അല്ല. അങ്ങനെ ഇവിടുന്ന് ഡ്രസ്സൊക്കെ മേടിച്ചു, രണ്ടുപേരോടെ സംസാരിച്ചു, ഇവിടുന്ന് കുറച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. പോയതിനു ശേഷവും ഇവര് തമ്മിൽ ഒരു 11:30 വരെ വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എഡിറ്റ് ചെയ്ത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഒക്കെയുള്ള സംസാരവും ചിരിയും കളിയൊക്കെ ആയിരുന്നു രണ്ടുപേരും കൂടെ. ഞാനും കാണുന്നുണ്ടായിരുന്നു ഇവിടെ രണ്ടുപേരുടെ വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ അയക്കുന്നതും സംസാരിക്കുന്നതല്ല. അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. എന്താ സംഭവിച്ചെന്നുള്ളത് അതിനുശേഷമാണ് അവിടെ എന്തോ സംഭവിച്ചിട്ടുള്ളത്.